രേണുസുതിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചുവെന്ന വാർത്ത കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നിയെന്ന് നടനും മോഡലുമായ ഷിയാസ് കരീം പറയുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടതെന്നും കുറ്റപ്പെടുത്താൻ നിൽക്കരുതെന്നും ഷിയാസ് പറയുന്നു. എൻ്റെ ഭാര്യ മെഡിക്കൽ ടെസ്റ്റിലുണ്ടായിരുന്ന സമയത്ത് രേണു ചെക്കപ്പിനായി മെഡിക്കൽ ടെസ്റ്റിൽ വന്നതായി എനിക്കറിയാം. അന്ന് പക്ഷേ എന്താണ് രോഗമെന്നൊന്നും ഞാൻ ചോദിച്ചിരുന്നില്ല. ഇപ്പോൾ രേണുവിന് ക്യാൻസറാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ബേസിക്കലി അവർ ഒരു പാവം സ്ത്രീയാണ്. ആളുകൾക്ക് എന്തും മനുഷ്യന്മാരെ പറ്റി പറയാം. എല്ലാം തികഞ്ഞവർ ഈ ലോകത്ത് ആരും തന്നെയില്ല. ഒരാൾക്ക് ഒരു അസുഖം വന്നുവെന്ന് അറിയുമ്പോൾ അത് മാറാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളാൽ കഴിയുന്ന സഹായമൊക്കെ ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണ് മനുഷ്യന്മാർ ചെയ്തു കൊടുക്കേണ്ടത്. അല്ലാതെ അവരെ വിമർശിച്ചിട്ടും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കുറ്റം പറയുന്നവരെല്ലാം ഭയങ്കര തികഞ്ഞ ആൾക്കാരൊന്നുമല്ലല്ലോ. രേണുവിനെ വിളിച്ചില്ല, നമ്പറില്ല, എനിക്ക് അവരുമായി കോണ്ടാക്റ്റ് ഇല്ല. നമ്പർ കിട്ടാൻ പാടൊന്നും ഇല്ല. അവരെ വിളിച്ചാൽ ഞാൻ എന്താണ് പറയുക? ആശ്വസിപ്പിക്കാനുള്ളൊരു കഴിവ് എനിക്കില്ല. എല്ലാം ശരിയാകും, ഗെറ്റ് വെൽ സൂൺ എന്നല്ലേ പറയാൻ പറ്റൂ. അതിലും വലിയൊരു വാക്ക് പറയാനില്ലല്ലോ. പ്രാർത്ഥനയാണ് ഒരു മനുഷ്യന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കുറ്റം പറയാതിരിക്കുക. അവർ എന്തെങ്കിലും കാണിച്ച് ജീവിച്ചോട്ടെ. നമ്മൾ എന്തിനാണ് അവരെ കുറ്റം പറയുന്നത് എന്നും ഷിയാസ് കരീം പറഞ്ഞു. കൊല്ലം സുധി വഴിയാണ് ഷിയാസിന് രേണുവിനെ പരിചയം. സുധിയും ഷിയാസും വർഷങ്ങളോളം സ്റ്റാർ മാജിക്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഒരുമിച്ച് സ്റ്റേജ് ഷോകൾ ചെയ്യുകയുമെല്ലാം ചെയ്തിട്ടുണ്ട്. സുധിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ഷിയാസ് മീഡിയകൾ വഴിയും സുഹൃത്തുക്കൾ വഴിയും അറിഞ്ഞിരുന്നു. അല്ലാതെ രേണുവുമായോ അവരുടെ കുടുംബമായോ നേരിട്ട് വലിയൊരു അടുപ്പം ഷിയാസ് സൂക്ഷിച്ചിരുന്നില്ല. സുധിക്കും ഷിയാസിനും ഇൻഡസ്ട്രിയിൽ നിരവധി മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ട്. അത്തരത്തിലും ഷിയാസ് രേണുവിൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞു. സുധിയുടെ സുഹൃത്തുക്കളുമായി വലിയൊരു അടുപ്പമൊന്നും രേണു വെക്കാറില്ല. ഒരിടയ്ക്ക് അവതാരിക ലക്ഷ്മി നക്ഷത്രയും രേണുവും തമ്മിൽ വലിയൊരു അടുപ്പമുണ്ടായിരുന്നു. പിന്നീട് വിവാദങ്ങളും മറ്റും വന്ന ശേഷമാണ് ആ ബന്ധത്തിൽ വിള്ളൽ വന്നത്. ഏറെ നാളുകളായി ക്യാൻസർ ആണെന്ന റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ രേണു തന്നെ വന്ന് പറഞ്ഞാലേ വിശ്വസിക്കൂ എന്ന നിലപാടായിരുന്നു പ്രേക്ഷകർക്ക്. ഒടുവിൽ കഴിഞ്ഞ ദിവസം രേണു തന്നെ അസുഖ വിവരം വെളിപ്പെടുത്തുകയായിരുന്നു. രേണുവിന് ക്യാൻസർ സ്ഥിരീകരിച്ചു. ശരീരത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരു മുഴയാണ് ഇപ്പോൾ ക്യാൻസറായി മാറിയിരിക്കുന്നത്. ശരീരത്തിൻ്റെ പല ഭാഗത്തേക്കും അസുഖം പടർന്നു കഴിഞ്ഞു. 3rd സ്റ്റേജാണ് എന്നാണ് രേണു പറഞ്ഞത്. അവസ്ഥ അല്പം മോശമാണെന്നും രേണു അറിയിച്ചിരുന്നു. ട്രീറ്റ്മെൻറ്റ് നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ ക്യാൻസർ എന്നത് തടയാൻ കഴിയുമായിരുന്നുവെന്നും രേണു സമ്മതിക്കുന്നുണ്ട്.